സ്വരീഹ് എഴുതിയാലും കിനായത്ത് എഴുതിയാലും എഴുത്ത് കിനായത്തേ ആവുള്ളൂ. സ്വരീഹാവോ? ഇല്ല. അപ്പം എന്തിലേക്ക് ആവശ്യമാകും? നിയത്തിലേക്ക്. അതുപോലെ സീഹകളിൽ സ്വരീഹുണ്ട്, കിനായത്തില്ലേ? കിനായത്ത് ഉച്ചരിക്കുമ്പോൾ എന്ത് വേണം? ആ നീയത്ത് എവിടം മുതൽക്ക് എവിടം വരെ വേണം. അതിവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും കിനായത്തിൻ്റെ എല്ലാ ബാബിലും ഇത് ബാധകമാണ്. ജനറലായിട്ടാണ് പറയുന്നത്, പ്രത്യേകമായിട്ട് തലാഖിൻ്റെത്. വശർതു തഹ്സീരി നിയ്യത്തിൽ കിനായത്തി ഇഖ്തിറാനുഹാ ബികുല്ലി ലഫ്ളി. ഇഖ്തിറാനുഹാ ബികുല്ലി ലഫ്ളീൻ. അപ്പൊ അന്തി ബായിനുൻ എന്ന് പറയുമ്പോൾ അന്തിന്റെ അലിഫ് മുതൽക്ക് ബായിനുൻ എന്നതിന്റെ തൻവീൻ തീരുന്നത് വരെ എവിടെയും മുറിയാത്ത രൂപത്തിൽ ഞാൻ വിവാഹബന്ധം മുറിക്കുന്നു എന്നുള്ള കരുത്ത് ദായിമയായി വേണം പോലും. ഇതെവിടുന്ന ഈ മസാല ഇവർക്ക് കിട്ടിയത്? ഇതിന് തുല്യമായൊരു മസാല ഉണ്ടോ എവിടെയെങ്കിലും? എവിടെ? ഇസ്ലാം ദീനിൽ എവിടെയെങ്കിലും നിസ്കാരത്തിന്റെ നീയത്തിനോട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അലിഫ് മുതൽ റായിന്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടണ്ടേ? അതിൽ നിന്നാണ് പോലും ഇവർ പിടിച്ചത്. എന്ത് വേണം? ഒരു ഹർഫിന്റെ ഒരു ജുസിയിൽ പോലും നീയത്ത് ഒഴിവായി പോകാൻ പാടില്ല. കുല്ലുൽ ലഫ്ളിനോട് എന്താവണം? ആ, ഇത് ലം യഖുൽ ബിഹി അഹദുൻ മിനൽ ഖലായിഖി ഇല്ലാ അൻ-നവവി റളിയല്ലാഹു അൻഹു. നവവി ഇമാമിന് അല്ലാണ്ട് ഈ അഭിപ്രായമില്ല പോലും. ഇതാരും സ്വീകരിക്കുന്നില്ല. നമസ്കാരത്തോട് ചേർത്തി പിടിച്ചത്. മിൻഹാജിന്റെ മത്തൻ അങ്ങനെയാ വാദിക്കുന്നു. ഇഖ്തിറാനുഹാ ബികുല്ലി ലഫ്ളീൻ. ഇനി മറ്റുള്ള അഭിപ്രായങ്ങൾ വയ്യ വരും. അതിൻ്റെ ഇടയിൽ ഞാനെന്ന് പറയട്ടോ, ഈ ചേർന്ന് വരണം എന്ന് പറഞ്ഞാൽ ഏതിനോടാ ചേർന്ന് വരേണ്ടത്? കിനായത്തിൻ്റെ സീകയോടാ അല്ല അന്തിബായിനുൻ എന്നതിനോടാ? അവിടെയും പാർട്ടി രണ്ടുണ്ട്. ബഹുവ അന്തിബായിനുൻ. അന്തി എന്ന് പറഞ്ഞത് കിനായത്തൊന്നല്ല, നേർക്ക് തന്നെ സ്വരീഹ് തന്നെ. പക്ഷെ അന്തിയും ഈ ഒരു സ്വരീഹും ഒരു ബായിൻ എന്ന കിനായത്തും ചേർത്തിട്ടല്ലേ അമ്മ വിവാഹബന്ധം മുറിക്കുന്നത്. അപ്പൊ എവിടുന്ന് തന്നെ നീയത്ത് തുടങ്ങണോ? ആ മുതൽ തന്നെ വേണം. കാരണം വെറും ബായിൻ എന്നത് കൊണ്ട് വിവാഹബന്ധം അകറ്റാൻ കഴിയോ? ഇല്ല. അപ്പൊ അന്തിബായിനുൻ എന്ന സീകയാണ് തലാഖിന്റെ കിനായത്തിന്റെ സീക. അതിൽ ബായിൻ എന്ന ഒറിജിനൽ കിനായത്തുണ്ട്, അന്തി എന്ന് പറഞ്ഞ സ്വരീഹുണ്ട്. അത് രണ്ടും കൂടെ കൂടിയ അന്തിബായിനും എന്ന സീകയാണെന്ത്? അപ്പൊ എന്ത് വേണം? കമാ ഖാലഹു റാഫിഈ. അല്ലാമ റാഫി ഇമാം ശറഹുൽ കബീർ ഈ കാര്യം സമർത്ഥിച്ചിട്ടുണ്ട്. ജമാഅത്തിൻ, ഒരു ജമാഅത്തിനോട് ഒത്തുകൊണ്ട്. കാരണം വെറും ബായിൻ എന്നത് കൊണ്ട് നിങ്ങൾ നീയത്ത് വെച്ചാൽ തന്നെ എന്താക്കാൻ കഴിയില്ല, തലാഖാക്കാൻ കഴിയില്ല. ലഹ്വാണ്, ജുംലത്തുൽ മുഫീദ വേണ്ടേ? അപ്പൊ ഒരു കഷ്ണം ഇതിൽ ഹഖീഖത്തുണ്ട്, ഒരു കഷ്ണം സ്വരീഹുണ്ട്, വേറൊരു കഷ്ണം എന്തുണ്ട്? കിനായത്ത്. അത് രണ്ടും കൂടെ കൂടിയ കോംപ്ലക്സ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? കിനായത്തായിട്ട് തലാഖിന് ഉപയോഗിക്കുന്നു. അപ്പൊ നീയത്ത് എവിടെ മുതൽക്ക് തന്നെ വേണം? സത്യം പൂർവികന്മാരിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞതാണ് സത്യം, ഇതല്ല സത്യം. അന്നഹു ലഫ്ളുൽ കിനായ, കിനായത്തിൻ്റെ ലഫ്ളിനോടാണ് വിവാഹബന്ധം വേർപെടുത്തുന്നു എന്ന് കരുതി ഉറപ്പിക്കേണ്ടത്. അതേതാ? കബായിനുൻ ദൂന അന്തി. ബായിനുൻ അത് മാത്രമാണ്. ആ, അതെ,
അന്തി കൂട്ടണ്ട. അന്തി കാലാകാലവും ഖിതാബിൽ എന്താണ്? അതുകൊണ്ട് അവിടെ എന്ത് നിയ്യത്ത്? ഒരൊറ്റട്ടം കൊടുക്കുക. ബായിൻ എന്ന പദം അല്ലേ? ലമ്മ ലം തസ്തഖില്ല ബിൽ ഇഫാദത്തി, മയന അറിയിക്കല് കൊണ്ട് തനിക്കാത്തപ്പോൾ. സ്വന്തം മയനുണ്ടോ? വെറും ബായിൻ എന്ന് പറഞ്ഞാൽ മയന കിട്ടോ? തലാഖിലേക്ക് ദലാലത്തുണ്ടോ? കാലത്ത് ബായിൻ എന്ന പദം ആയി അന്തി, ബായിൻ എന്ന കലിമത്ത് ആയി ഏതോടുകൂടി? കല്ലഫുലിൽ വാഹിദീൻ. കല്ലഫുലിൽ വാഹിദീൻ. അപ്പൊ എന്താ വേണ്ടി? ഇനി ഖാലഫിൽ മുഗ്നി വായിക്ക് ശർവാനി. തംബീഹുൻ അല്ലഫു അല്ലദീ യുഅ്തബറു ഖർനു നിയ്യതി ബിഹി ഹുവ ലഫ്ദുൽ കിനായ. മാവർദി ഇമാമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റാഫി ഇമാമ ഉദാഹരണം കൊടുത്തു. അന്തി ബായിനൻ എന്ന് പറയുമ്പോൾ അന്തിനോട് ചേർന്ന് വരണം എന്ന്. മുഹിമ്മാത്തിൽ പറയുന്ന അല്ല 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 അല്ല, ബായിനോടെ ചേർന്ന് വരേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അതെ, കിനായത്തിന്റെ ലഫ്ലിനോടെ ചേർന്ന് വരണ്ടു. വല്ല ഉജഹു അൽ ഇക്തിഫാ ബിമാ ഖാലഹു റാഫിഈ എന്ന അന്തി അത് കിനായത്തിന്റെ ജുസി അല്ലെങ്കിലും ജുസിന്റെ സ്ഥാനത്താണ് നമ്മൾ കിടക്കുന്നത്. അതും കൂടി ഉണ്ടെങ്കിലേ തലാഖിലേക്ക് പ്രചോദനമുള്ളൂ. ഇപ്പൊ എന്താവും? അതെ, ജുസുൻ ഹഖീഖത്തുൻ ലിഅന്നഹു ഖിസ്മു മിന സീഗയാണ്. കാരണം വസീഗത്തു സീഗ നമ്മൾ പറഞ്ഞത് അന്തിവായിൻ എന്നാണ്, ഉറുമ്പായിനല്ല അല്ലേ? അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എന്തിനോട് ചേർന്ന് വരണം? അപ്പം പിന്നെ മാവർദിയല്ല മുഹിമാത്തിൽ അസ്നവി ഖറ പോയത്തം പറയോ? ദുനിയാവിൽ ഒരാളും കേൾക്കാത്ത ഒരു അതിന് ചുമത്തണം പോലും ഉമറുൽ ബസരി ഒരു വഴിയുണ്ടാക്കി. അന്തിവായിനൻ എന്ന് പറയുമ്പം വിവാഹബന്ധം മുറിക്കലാണെങ്കിൽ അന്തി കൊണ്ട് തന്നെ തുടങ്ങണം. അതിൽ അസ്നവിയും എല്ലാവരും യോജിച്ച തന്നെ പോലും അന്തി മുതൽ തന്നെ. അത് റാഫി ഇമാമ് മാത്രമല്ല പോലും. അസ്നവി ഇമാമ് ബായിനോട് യോജിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള അസ്നവി ഇമാമ് പോലും ഒത്തിടും. പിന്നെ ഓർ പറഞ്ഞെന്താ? ബായിൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയ ബോധം വേണം. ദൂരത്താണ് എന്ന മയന ചിന്തിച്ചു പോകണ്ട. തലാഖാണ് എന്ന ഓർമ്മ ബായിനിൻ്റെ അടുത്ത് സ്പെഷ്യലായി വേണം. കാരണം ബായിൻ എന്നത് പലതുകൊണ്ട് സാധിക്കാവും. ദൂരത്തുള്ളവർക്കും ബായിൻ എന്ന് പറഞ്ഞൂടെ? അപ്പൊ വിവാഹബന്ധം മുറിക്കുന്ന ഓർമ്മ ഉണ്ടായാലും പോരാ, ബായിൻ എത്തുമ്പോൾ ഒരു ഉത്ബുദ്ധത വേറെ വേണം. അതാണ് ആര് സംസാരിച്ചത്? അതാ ഉമറുൽ ബസരി കൊണ്ടുവന്ന പാനലാണത്. ബായിൻ ഖദീറാദു ബിഹി ഖുസൂസുൽ മുതല്ലഖ, തലാഖ് ചെല്ലപ്പെടുക എന്നതുണ്ട്, ചിലപ്പം അകറ്റുക എന്നുള്ളതുണ്ട്. അപ്പൊ ഈ ബായിൻ എന്ന പദം എത്തുമ്പോൾ ഹാദിറിനാദിറായും കൊണ്ട് ഓർമ്മ വേണം. ബായിനാക്കുന്നത് ഏത് കൈഫിയത്തിൽ കൂടിയാണ്? ഇവിടെ പറഞ്ഞ ബായിൻ ഏത് ബായിനാണ്? ലൗഹിയായ ബായിനല്ല. അതാണ് ആര് പറഞ്ഞത് പോലും. അല്ലാണ്ട് തലാഖ് സംഭവിപ്പിക്കുക എന്ന നിയത്താണ് വേണ്ടതെങ്കിൽ അത് ഇടം മുതൽക്ക് തന്നെ വേണം, അന്തി മുതൽക്ക് തന്നെ. അത് തീർന്നു. അവലിനോടാണ് ചേർന്ന് വരേണ്ടത്. പിന്നെ എന്തുമാവട്ടെ മാത്രം അവല് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. ഇസ്തിസ്ഹാബൻ ലിഹുക്മിഹാ ഫീ ബാഖിഹി, ഉന്തി നീക്കുന്നത് കൊണ്ട് അതിൻ്റെ വിധിയെ ഇനിയുള്ള കലിമത്തിലേക്ക് നടുക്കേക്കും അവസാനത്തിലേക്കും എല്ലാം തള്ളി നീക്കും.
ദൂര ആഖിരിഹി എവിടെ മതിയാവൂല, മതിയാവൂല. എന്തുകൊണ്ട്? അവസാനം വെച്ച നീയത്ത് വേക്കോട്ടേക്ക് റിവേഴ്സ് അടിക്കാൻ കഴിയോ? ഇല്ല. മുമ്പിൽ വെച്ചത് മധ്യത്തിലേക്കും അവസാനത്തിലേക്കും ഇസ്തിസ്ഹാബാക്കാൻ. വയ്യ കുത്തി വെച്ചത് പിറകോട്ടേക്ക് മധ്യത്തിലേക്കും ഇബ്തിദായിലേക്കും റിവേഴ്സ് അടിക്കലുണ്ടോ? വാഹനങ്ങൾക്കല്ലേ ഉള്ളൂ. അത് വഈദുൻ. ഈ മസല ഖീല എന്ന് പറയേണ്ടതല്ല, അർശിന്റെ താഴെ എഴുതി വെക്കേണ്ട മസലയാന്ന് പോലും. ഫിഖീല അത്രയും ഭയങ്കര. വറജാഹു കസീറുന. ഈ ഖീല എന്ന് കേൾപ്പിച്ച യക്ഫീ ബി അവ്വലിഹി എന്ന് പറഞ്ഞില്ലേ, അത് ബലപ്പെടുത്തിയിട്ടുണ്ട് കസീറുന. വയതമദഹുൽ അസ്നവിയ്യു വഗൈറുഹു എന്ന് മാത്രമല്ല, വസഅമ ബഅദുഹും അന്നൽ ഊലാ സബ്ഖു ഖലമിൻ ഇസ്തിറാത്തുൽ ഇഖ്തിറാനി ബി കുല്ലി ലഫ്ളി എന്ന് പറഞ്ഞത് നവവി ഇമാമിന്റെ കൂടെ ആളില്ല എന്ന് മാത്രമല്ല, അത് സബ്ഖു ഖലമാണ് പോലും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഈ അവലിനോട് മതി എന്നത് ഫത്വൽ മീൻ ശക്തിയുക്തം തെളിയിക്കുന്നു 395. അവലാണ് നോട്ടം. തുഫ വീണ്ടും വീണ്ടും ഇതന്നെ ചോയ്ക്കുന്നുണ്ട്. തുഫന്റെ പോക്ക് അവലിൽ മതി എന്നത് ന്യായീകരണം കൊടുത്തിട്ട് കണ്ടോ. എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് നൽകുന്നത്. അപ്പൊ അസ്നബിനെയും കിട്ടിയല്ലോ. സക്കരിയ അൻസാരി ഇമാമ് നാവുകളെ വാദിച്ചിട്ടുണ്ട്. മുഹഖിഖീങ്ങളും അങ്ങനെയാണ്. ശരിയായില്ലേ? വറജ്ജഹ ഫി അസ്ലി റൗള അൽ-ഇക്തിഫാ ബി അവ്വലിഹി വ ആഖിരിഹി. എവിടെയെങ്കിലും മതി. എവിടെയാണ് നിങ്ങൾ മുട്ടിക്കാൻ തീരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും മുട്ടിയാൽ മതി ആ പറഞ്ഞതിന്റെ അർത്ഥം. ഐ ബിജുസീം മിൻഹു ബി അയ്യി ജുസീം മിൻഹു. ലഫ്ളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ജുസീനോട്, അവലിനോട് വേറെയും ആഖിറിനോട് വേറെയും എന്നല്ല പറഞ്ഞത്. അവലും പറ്റും, ആഖിറും പറ്റും, നടുവും പറ്റും എന്ന് പറഞ്ഞാൽ അത് 17-ാം പേജിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അലി ശബ്റാം അല്ലിസിന്റെ ഒരു വാക്ക്. നീയത്ത് എങ്ങനെയാണ്, ഇങ്ങനെ എങ്ങനെയാണ് ആവുക കിനായത്ത്, അത് എവിടെയെങ്കിലും മതി എന്നുള്ള പോലെ വെച്ചിട്ട് അവിടെ അലി ശബ്റാം അല്ലിസി പറഞ്ഞിട്ട് ഷെർവാനി അതാ മെത്തമത് എന്നും പറഞ്ഞു. ഈ കൗല് ഞാൻ വന്ന് പറഞ്ഞു 19-ാം പേജിൽ വരുന്നുണ്ട്. കണ്ട, ഇതിന്റെ പിന്നാലെ ആരൊക്കെയുണ്ട്? റൗള ഉണ്ട്, അസ്ലു റൗള ഉണ്ട്, നിഹായ ചില്ലറല്ല. നിഹായ മുഅത്തമദാക്കിയത് കൊണ്ടാണ്, അതാണ് മുഅത്തമദ് അലി ശബ്റാം അൽസി പറഞ്ഞത്. ഓരോ മുരീദ് മുഗിനി നിഹായ വേണ്ട. അവലെന്നോ ആഖിറെന്നോ മധ്യമെന്നോ കൈതില്ല. പിന്നെ എവിടെയും മതി. റൗള, അസ്ലു റൗള, നിഹായ, മുഗിനി, ഫതുൽ ജവാഹിരി, ഇബ്നു ശക്തിയുക്തം തെളിയിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ടാ മതി. അൽ-ഇംദാദിലുണ്ട്, ശർഹുൽ ഇർശാദ്, ഇബ്നുൽ മുഖ്രി പറഞ്ഞിട്ടുണ്ട് മത്തിനിൽ നിയത്ത് കാലിയായി പോകാതിരുന്നാ മതി. അലി ശബ്റാം അൽസി നമ്മൾ 8-17 കാണിച്ചല്ല ഷെർവാനി. ഈ കമാഹു ളാഹിർ എന്ന് പറഞ്ഞാൽ അവലിഹി വാഖിരിഹി കൊണ്ടുള്ള മുറാദ് അവലിൽ വേറെയും ആഖിറിൽ വേറെയും വേണം എന്നല്ല. എവിടെയെങ്കിലും മതി. അല്ലാ യഖ്ലുവ മിനൻ നിയ്യത്തി എന്നാണ്. അതാ കമാഹു ളാഹിർ ഐ ബിജുസീം മിൻഹു എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇനി പറഞ്ഞോളി. വയദ്ഹറു ളാഹിറാവുന്നത് അയ്യതിയ ഹാദൽ ഖിലാഫു, ഈ 3 ഖിലാഫും വരുന്നതാണ്. ഫിൽ കിനായ അല്ലത്തി ലൈസത്ത് ലഫ്ളൻ കൽ കിതാബത്തി. എഴുതിയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അവിടെയും ഈ 3 കൗല ആവർത്തിക്കൂലേ. എന്ന് മാത്രമല്ല, വക്കാലത്തിൽ ചിലയാളെ എഴുതിയിട്ട് അറിയിക്കുന്നില്ലേ. എഴുതിയിട്ട് അറിയിച്ച വക്കാലത്താവോ? കിനായത്തല്ലേ.
നിയത്ത് വെക്കണ്ടേ? ഞാൻ ഇന്ന ഡ്യൂട്ടിക്ക് വേണ്ടി ഇന്നയാളെ ഏൽപ്പിക്കുന്നു, നിയത്ത് വേണ്ടേ? ആ നിയത്തെപ്പോൾ അവിടെയും ഈ ചർച്ച വരില്ലേ? എല്ലാ കിനായത്തിലും ഇത് തന്നെയാണ് സ്വഭാവം. അത് തീർന്നു. ഇനി ഒരു പൊതു ചർച്ച, നല്ല നല്ല മസലയാണ്. ഒരാൾ ഒരു കിനായത്തിന്റെ സീഹ കൊണ്ടുവന്നു, നല്ല കിനായത്താണെന്ന് മശൂർ മുസ്തഫീലായ ഒരു കലിമത്ത് എന്താക്കി കൊണ്ടുവന്നു. എന്നിട്ടോ സുമ്മ ബാദ മുളിയ കതിരിൽ ഇദ്ദന്റെ ഡോസ് മുഴുവനും കഴിഞ്ഞ ശേഷം 3 ശുദ്ധി ഇരിക്കേണ്ട പോലെ ഇരുന്ന് എഴുന്നേറ്റ് ഓള് വേറെ കെട്ടാൻ നോക്കിയ ആ സമയത്ത് നിന്നെ ഞാൻ 3 തലാഖും ചൊല്ലിയിരിക്കുന്നു. 3 ചൊല്ലി. സുമ്മതേമ പിന്നെ അവൻ വാദിക്കുന്നു അന്നഹു നവാബിൽ കിനായത്തി അത്തലാഖാൻ. പണ്ടൊരു കിനായത്ത് ഞാൻ പറഞ്ഞില്ലേ, അന്നേരം തന്നെ ഞാൻ എന്തിനെ വേണ്ടത് വെച്ചിട്ടുണ്ട്. അതെന്താ എനിക്ക് പറയേണ്ട ആവശ്യം? ഇപ്പം ചൊല്ലിയ 3 തലാഖ് തട്ടാതിരിക്കാൻ പെട്ടെന്ന് ആ പെണ്ണിനെ കെട്ടാനുള്ള ചാൻസ് കിട്ടും. മനസ്സിലാക്കണം, കിനായത്തിന്റെ സീര ഉച്ചരിച്ചത് നീ നിയത്ത് ചെയ്തണോ ഇല്ലയോ എന്നൊന്നും നമ്മൾ വാദിക്കാൻ നിന്നിട്ടില്ല. ഇതെന്റെ കാലയളവ് അങ്ങ് കഴിഞ്ഞു. പിന്നെ ഇവന് 3 തലാഖ് ചൊല്ലി. 3 തലാഖ് ചെല്ലുമ്പം പെണ്ണ് അന്ന് കിനായത്ത് കരുതിയിട്ടില്ല എന്നല്ലേ അറിയിക്കുന്നത് അവന്റെ കളി കാണുമ്പോ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ 3 ചെല്ലേണ്ട ആവശ്യം? എനിക്ക് എന്താ കാര്യോ? മുത്തല്ലക്കത്തുമായി പിരിയും ചെയ്തില്ലേ? ഒന്നാണെങ്കിലും ഇതിന്റെ കാലയളവ് കഴിഞ്ഞാൽ വാഹിനത്തായില്ലേ? വാഹിനായില്ലേ? പിന്നെന്തിനാ 3 തലാഖില്ലെന്ന്? അപ്പൊ ഇവന്റെ ഒച്ച കേട്ടേതോ നമുക്ക് മനസ്സിലാകുന്ന ഇവൻ പണ്ട് കിനായത്ത് ഉച്ചരിക്കുമ്പോ എന്ത് നിയത്ത് വെച്ചിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ 3 ചൊല്ലോ. എന്നിട്ട് ഇവൻ തന്ത്രപൂർവം ബാധിക്കുന്നു അന്നഹു നവാബിൽ കിനായത്തി അത്തലാഖാൻ. അതുകൊണ്ട് പുതിയ എന്ത് വേണ്ട? കാരണം ഇപ്പം ചെല്ലിയ 3 തലാഖ് ബാത്തിൽ മർദൂദ. പണ്ടേ ഉള്ളതേ ഉള്ളൂ. പണ്ടേ ഉള്ളത് എന്തോ നിക്കാഹ് തജ്ദീദാക്കിയാ പോലെ അല്ലേ? ലം യുഖ്ബൽ. ഒരു നേരക്കും അവനെ വിടാൻ പാടില്ല, മാറ പിടിക്കണം. എന്തേ? ലിറഫ്ഇഹി അസ്സലാസ അൽ മൂജിബ ലിതഹ്ലീലി അൽ മൂജിബത ലിതഹ്ലീലി രണ്ടുണ്ട്. എന്താ ലിറഫ്ഇഹി? അർത്ഥം വെക്ക്. എന്താ വിടാത്ത സ്വീകരിക്കാത്തത്? എന്ത്? വയംബഗി തദീനുഹു എന്നാണ് അള്ളാന്റെ അടുക്കൽ വിജയിക്കും. കാരണം ഓനിൽ നിന്ന് അങ്ങനെ കളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെല്ലിയത് ലഘുവായി. അങ്ങനെ അള്ളാഹിനോട് പറയാ, ജനങ്ങളിവിടോ എന്ന് പറഞ്ഞാൽ സിലത്തു യഖ്ബുൽ, സ്വീകരിക്കപ്പെടും. ലിറഫ്ഇഹി എന്ന് പറഞ്ഞത് എന്തിന് തെളിവാണ്? ലിറഫ്ഇഹി സ്വീകരിക്കാൻ പാടില്ല. എന്തേ? സ്വീകരിച്ചാൽ അത് ഉയർത്തിക്കളയും. അസ്സലാസാൻ എന്താ സ്വീകരിച്ചാൽ? എന്താ സ്വീകരിച്ചാൽ എന്താ? സ്വീകരിച്ചാൽ എന്താകും? എങ്ങനെയുള്ള 3? അൽ മൂജിബത ലിതഹ്ലീൽ, അൽ മൂജിബത ലിതഹ്ലീലിൻ. വേറൊരാള് കെട്ടിയിട്ട് ഉടലിനെ നിർബന്ധമാക്കി തീർക്കുന്നതല്ലേ 3. ആ 3 വേണ്ട എന്നതിലേക്ക് എത്തിപ്പോകും. അതുകൊണ്ട് ലം യുഖ്ബൽ, സ്വീകരിക്കാൻ പാടില്ല. ലം യുഖ്ബലിന്റെ കാര്യമല്ല. കണ്ട, അതെങ്ങാനും സ്വീകരിച്ചു പോയാൽ എന്തിനെ ലാസിമാക്കി കളയും? തഹ്ലീലിനെ. എങ്ങനെയുള്ള 3? ലിറഫ്ഇഹി, ലിറഫ്ഇഹി ആ സ്വീകരിക്കൽ ഉയർത്തുന്നു.
എങ്ങനെ സിഫത്തുൽ തഹ്ലീൽ എങ്ങനെയുള്ള തഹ്ലീലാണ്? അല്ലാസിമി, അല്ലാസിമി അത് ലാസിമ തന്നെയാണ്. ലഹു ആ സായിമിന് ആ പറഞ്ഞു എനിക്ക് ഓൻ പറഞ്ഞതിന് 3 എന്നല്ലേ? അപ്പൊ ആ സായിമിന് ലാസിമായി വരുന്നതല്ലേ തഹ്ലീലി? അങ്ങനെ അർത്ഥം വെക്കേണ്ടത്. ലിറഫിഹി ആ സ്വീകരണം ഉയർത്തിക്കളയും. അസലാസ 3 എന്നതിനെ എങ്ങനെയുള്ള 3 അൽ മുജിബത്ത ആ 3 എന്നത് വാജിബാക്കിയിട്ടുണ്ട്. എന്തിനെ? വേറൊരാള് കെട്ടിയിട്ട് വിടലിനെ. ഇങ്ങനെയുള്ള കെട്ടിയിട്ട് വിടല് അല്ലാസിമി ആ കെട്ടിയിട്ട് വിടൽ വേണ്ടി വരും. ലഹു 3 ചൊല്ലി എന്ന് പറയുന്നവന് 3 ചൊല്ലി എന്ന് പറയുന്നവൻ അങ്ങനെയാ മടക്കാൻ നല്ലത്. ഇനി വേറെ രൂപത്തിൽ പറയട്ടെ, വേറെ നുസ്ഖയുണ്ട് മടക്കലുണ്ട്. ലിറഫ്ഇഹി അസ്സലാസ അൽ മൂജിബ ലിതഹ്ലീലി. അൽ മൂജിബ എന്ന് പറഞ്ഞത് സിഫത്തും മുളാഫും മഹ്ദൂഫാണ്. അൽ മൂജിബ ലിറഫ്ഇഹി വുഖൂഅ സലാസീൻ ഒരു മുളാഫ് സങ്കൽപ്പിക്കും. ആ സ്വീകരണം ഉയർത്തിക്കളയുന്നു. വുഖൂഅ സലാസീൻ എങ്ങനെയുള്ള വുഖൂഅ? അൽ മൂജിബ ലിതഹ്ലീൽ ഇല്ല തഹ്ലീലിനെ തേടുന്ന. അല്ലാസിമി എങ്ങനെയുള്ള തഹ്ലീമ് എങ്ങനെയുള്ള തഹ്ലീല്? ആ തഹ്ലീല് വേണ്ടപ്പെട്ടതാണ് ലഹു ആ വുഖൂഇനനുസരിച്ച്. ആ വുഖൂഅ് സത്യമാണെങ്കിൽ എന്ത് വേണം? അങ്ങനെ അർത്ഥം വെച്ചവരുണ്ട്. കുറച്ചും കൂടെ വിഷമിച്ചാൽ ഒരു മുളാഫ് സങ്കല്പിക്കൽ. അപ്പൊ താവ് വേണ്ട. അപ്പൊ ലിറഫ്ഇഹി അസ്സലാസ അൽ മൂജിബാൻ വുഖൂഅ സലാസീൻ അങ്ങനെ സങ്കല്പം വരും. അല്ലെങ്കിലും താവ് വേണ്ടല്ല. അല്ല സലാസ് എന്ന് പറഞ്ഞ തനീസല്ലേ? സലാസത്തല്ലേ മുദക്കർ? സലാസതം ബിത്തായി കുല്ലിൽ അശറ ഫീ ഹദ്ദി മാ ഹദൂ മുദക്കർ. അതിന്റെ സത്ത നോക്കിയിട്ട് താവ് വേണ്ടേ? ഇനി വലു അങ്കറ നിയതഹ നിയതഹ എന്നല്ല കണക്കിന് വേണ്ടത്. നിയതഹു തലാഖിലേക്ക് മടക്കിയിട്ട് അല്ലേ? പക്ഷേ നിയതഹ എന്ന് പറഞ്ഞാൽ കിനായത്താണല്ലോ ഉച്ചരിച്ചത്. തലാഖിന്റെ നീയത്തിനെയാണ് അവൻ നിഷേധിച്ചത്. ഞാൻ തലാഖ് എഴുതിയിട്ടില്ല. അത് ആ നീയത്ത് വന്നതെവിടെയാ? അതുകൊണ്ടാണ് നിയതഹ എന്ന് പറഞ്ഞത്. ഇവിടെ മസല പറയാന്നെങ്കിൽ എങ്ങനെ പറയണമായിരുന്നു? അങ്കറ നിയതഹ ഞാൻ തലാഖിനെ കരുതിയിട്ടില്ല എന്ന് തീർത്ഥം പറഞ്ഞു. കിനായത്ത് പറഞ്ഞ ഒരാൾ പറയും നീ അവനെ വിളിച്ച് ചോദിച്ചേരം കരുതീനോ ഇല്ലേന്ന്. അപ്പൊ നമുക്ക് കെട്ടിപ്പറയാൻ പാടുണ്ടോ? സുദ്ധി കവിയമീൻ എന്താ വേണ്ടി? ഒരു കിനായത്തിലും തന്നെ ആ പറഞ്ഞവനോ മറികടക്കാൻ പാടില്ല. മറ്റുപോയെങ്കിൽ നിയത്ത് ചെയ്തിട്ടില്ല എന്ന് ആര് വാദിച്ചു കൊള്ളണം? അങ്ങനെ വാരിസ് എങ്ങനെ അറിയൂ? എന്താവാൻ പറയേണ്ടത്? നിയത്ത് ചെയ്തിട്ടില്ല എന്നല്ല. അന്നഹു ലാ യഅലമുഹു നവാ നിയത്ത് ചെയ്തതായി ഞങ്ങൾക്ക് ഉറപ്പില്ല. നിയത്ത് ചെയ്തിട്ടില്ലാതിരിക്കാം. ചെയ്തിട്ടില്ല എന്ന് പറയരുത്. അതാളുടെ പറയണം. നിയത്ത് ചെയ്തതായി ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് ഇല്ല എന്നാണ്. ഫൈനക്കല സത്യന്റെ ഗൗജ് മുടക്കം കാട്ടി സത്യം ചെയ്യാൻ പറഞ്ഞു. മുസാഫെടുത്തിട്ട് പറയാൻ നിയത്ത് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വാരിസിന്റെ കൈമ കൊടുത്ത് സത്യം ചെയ്യും. എന്റെ മുവരിസ് നിയത്ത് ചെയ്തതായി ഞങ്ങൾക്ക് അറിയില്ല എന്ന് സത്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ സത്യം ചെയ്യാതെ വിരണ്ടോടിയാൽ ഹുല്ലിഫത്ത് ഹിയ പെണ്ണിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കൊടുക്കും. തിരിച്ചടിക്കും. കരുതിയോണ്ടല്ലേ ഇങ്ങനെ ഒളിച്ചു കൊടുത്ത് അല്ലെ? എന്താ നിങ്ങൾക്ക് മര്യാദക്ക് സത്യം ചെയ്താൽ നിങ്ങളെ ഒഴിവാക്കൂലേ? കള്ളത്തരാണം കിട്ടിയില്ലേ? എന്താ? അപ്പൊ ഫലായിസ് പിന്നെ ഇതാക്കാന തലാഖ് ബായിന്. തലാഖ് വേണ്ട പോലെ ബായിനായിട്ടുണ്ടെങ്കിൽ ഇർസെടുക്കാനൊന്നും കാത്തിരിക്കണ്ട. ഒന്നും കിട്ടൂല. പിരിയേണ്ട പോലെ പിരിഞ്ഞ് അങ്ങനെ ഈ വാരിസിനെ
വാരിസ് എങ്ങനെയാണ് ഈ മുവരിസിന്റെ സ്ഥാനത്ത് പകരം നിന്നത്? നിയത്ത് ഓറ മനസ്സിലല്ലേ? ഈ മരിച്ചയാള് നിയത്ത് വെച്ചിരുന്നോ ഇല്ലയോ എന്ന് അയാളുടെ നീക്കുപോക്ക് കൊണ്ട് ആർക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യം ചെയ്യാൻ ആരും നിന്നാ മതി. ഇനി ഇഷാറത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഥ പറയും. ഇഷാറത്ത് ദീനുൽ ഇസ്ലാമിൽ ഒരു വസ്തുവേ അല്ല എന്നാ പറയും. നാത്തിഖിന്റെ വക്കൽ നിന്നുള്ള ഇഷാറത്ത് ഒന്നിനും കൊള്ളൂല. സരിയാവട്ടെ കിനായത്താവട്ടെ ഒറിജിനൽ നാത്തിഖാണ് ഇഷാറത്താക്കിയതെങ്കിൽ ആ ഇഷാറത്ത് ഒന്നിനും കൊള്ളൂല. നിയത്ത് വെച്ചാലും കൊള്ളൂല. എന്നാലും വലിക്കോ ഇല്ല, അത് ഒരു വസ്തുവിനും കൊള്ളൂല എന്നാ പറഞ്ഞു. ഏതൊരുത്തനും മനസ്സിലായി ഉദ്ദേശിച്ചത്. നിയത്തുണ്ടെങ്കിൽ എന്താകും പോലും ഇഷാറത്ത് കൊണ്ടും ഇഫ്ഹാം ഉണ്ടല്ലോ പല ഘട്ടങ്ങളിലും. കിതാബത്ത് കൊണ്ട് ഇഫ്ഹാമാക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ കിതാബത്തിനെ നിങ്ങൾ മൊത്തത്തിൽ കിനായത്തായിട്ട് എടുത്തത്. അതുകൊണ്ട് ഇഷാറത്തിനെയും എന്തായിട്ടായിട്ട് എടുക്കണം? കിതാബത്ത് പോലെ അല്ല ഏത് ഇഷാറത്ത്. ഇഷാറത്ത് ഒന്നിനും പറ്റില്ല. എന്തേ? ലിയന്ന തഫ്ഹീമൻ നാതിഖി നാതിഖിന്റെ തഫ്ഹീം, അതായത് ഇഷാറതഹു നാദിറുൻ, ഇഷാറത്ത് കൊണ്ടുള്ള തഫ്ഹീം നാദിറാണ്. എഴുത്തു പോലെയും അല്ല, അതിനെ കാണുകയും നാദിറാണ്. അല്ലല്ല, ഇഷാറത്തിന് എന്താ വരവുള്ളത്? കൂടാതെ വേറെയും ഒരു തകരാറുണ്ട്. തഫ്ഹീമിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതുമല്ല. ഏത്? കിനായത്ത് എന്താ? ഇഷാറത്ത് ഗൈറു മൗദൂഅത്തിൻ ലഹു തഫ്ഹീമിന് വേണ്ടി എടുക്കപ്പെട്ടതും അല്ല. അങ്ങനെ വെച്ചിട്ടുണ്ടാ? ഇങ്ങനെ കൈ ചൂണ്ടിയാൽ എന്ന വായന, ഇങ്ങനെ കൈ ചൂണ്ടിയാൽ കിതാബത്തി, എഴുത്തിന് മാറായിട്ട്. എഴുത്തിന് ലേശമെങ്കിലും കാതലുണ്ട്. എഴുത്ത് എന്നത് ഹുറൂഫുൻ മൗദൂഅത്തുൻ ലിൽഇഫ്ഹാം കൽ ഇബാറത്തി, വായി കൊണ്ട് ഉച്ചരിക്കുന്നത് പോലെ നിരത്തി വെച്ചാൽ എന്തിനു ഉപകരിക്കുന്നതാണ്? അതുകൊണ്ട് കുറച്ച് കനവും വെയിറ്റും ഉള്ളത് ഏതിനാണ്? കിതാബത്തിനാണ്. പക്ഷേ ഇഷാറത്ത് ഉപകരിക്കുന്ന ഒരു മഹലുണ്ട്, ഒരു മസാല. ലൗകാലാവർത്തം പറഞ്ഞു അന്ത്യതാലിഖുൻ വഹാദിഹി, അന്ത്യതാലിഖുൻ വഹാദിഹി. അങ്ങനെ പറഞ്ഞാലോ? മുശീറൻ, ചെറുവാനി ശരിയാക്ക്. മുശീറൻ ചിന്തിക്കുന്നു. എന്താണ് മുശീറൻ? അലിഫ് കൊണ്ടേ ഇഷാറത്താക്കിക്കൊണ്ട്, ഹാദിഹി കൊണ്ട് ലിസൗജത്തിൻ ലഹു ഉഖ്റ, മറ്റേ ഭാര്യയിലേക്ക് ഇഷാറത്താക്കിയിട്ട്. ആദ്യം പറഞ്ഞത് അന്തി താലിഖുൻ, അതിന്റെ കൂടെ വഹാദിഹി. അന്നേരം വഹാദിഹി എന്ന് പറയുമ്പോഴത്തേക്ക് ഇഷാറത്താക്കിയത്. എന്നാ തലഖത്ത്, തലഖത്ത് ഉഖ്റയും കൂടി എന്തായി? മുഖാത്തബത്ത് പണ്ടേ താലിഖായിനി, അതിന് പുറമെ അപ്പൊ ഇഷാറത്ത് കൊണ്ടേ തലാഖായില്ലേ? ഇഷാറത്ത് വെറും ഇടാന്ന് പറഞ്ഞാൽ ശരിയാവോ? ഉപകരിച്ചില്ലേ അല്ലേ? ഇവിടെ എന്തല്ല, പിന്നെന്തുകൊണ്ട്? പക്ഷേ വേറെന്തെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ പോകും. കഥാലിക്കാൻ അങ്ങനെയാണ് പോയത് തന്നെ. ഇങ്ങനെ ഫലിക്കുമെന്ന് പറഞ്ഞത് ഇന്നവാഹ ഔവത്തലാക്കാം.
തിരക്കാക്കിയാൽ തലാഖാവും. ആവും. ആ പിന്നെ എപ്പല്ല മറ്റൊന്നിലേക്ക് എത്തിയാൽ അപ്പൊ മറ്റൊന്ന് കരുതാൻ പാടില്ല. അങ്ങനെ നിയമമുണ്ട് പോലും. അങ്ങനെ നിയമമുണ്ട് എന്തേ വേറെ പെണ്ണിനെ കരുതാനും അവിടെ തഞ്ചം ഉണ്ടല്ലോ, അതുകൊണ്ട് വേറൊന്നും കരുതാൻ പാടില്ല. അങ്ങനെ ഇങ്ങനെ വേറൊരു പെണ്ണിന് സാധ്യത ഉണ്ടല്ലോ അവിടെ, ആ അതുകൊണ്ട് വേറെ ഒന്നിലേക്ക് തിരിക്കുന്ന ഇല്ലാത്ത കാലത്തോളം തലാക്കാവും. ആ തിരിച്ചെങ്കിൽ പോയത് തന്നെ. ആ എഹ്തിമാലൻ ഖരീബൻ. ആ ഐ വഹാദിഹി ലൈസത് കദാലിക. അതുകൊണ്ട് അങ്ങനെ ആവുമ്പോ ആവൂല. ആവൂല.